നമുക്കിനി കുറച്ച് പിറകിലേക്ക് സഞ്ചരിക്കാം. കാലം 1980കളുടെ മധ്യം. പെരുമ്പാവൂരിന് സമീപമുള്ള ഒരു പഴയ തേയിലക്കമ്പനി ബംഗ്ലാവ് വർഷങ്ങളായി അടച്ചിട്ട നിലയിലായിരുന്നു. മരങ്ങൾ കൊണ്ട് മൂടിയ പാത, പുകഞ്ഞു കിടക്കുന്ന നിലം, പൊടിപിടിച്ച മതിലുകൾ, എല്ലാം ഒരുതരം അപ്രിയമായ മൗനം നിറച്ചിരുന്നു. ആ സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന ഗാർഡുകൾക്ക് രാത്രിയാൽ, പ്രത്യേകിച്ച് 12 മണിക്ക്, വിചിത്ര സംഭവങ്ങൾ അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഒരു രാത്രി പുതുതായി ജോലിക്ക് വന്ന ഒരു ഗാർഡ് പതിവ് പോലെ ലോക്കുകൾ പരിശോധിക്കാൻ പോയപ്പോൾ 2ാം നിലയിലെ ജനലിൽ വെളുത്ത സാരി അണിഞ്ഞ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖം വളരെ വെളുത്തും വികാര ശൂന്യവുമായിരുന്നു. കണ്ണുകൾ നേരെ താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ബംഗ്ലാവ് ശൂന്യമാക്കിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവിടെ ആരെങ്കിലും ഉണ്ടാകുന്നത് തന്നെ ആശ്ചര്യമായിരുന്നു. ഗാർഡ് ഭയത്തെ മറികടന്ന് മുകളിലേക്ക് കയറി വാതിൽ തുറന്നു. അകത്ത് കടന്നപ്പോൾ അവിടെ ആരുമില്ല. പൊടിപിടിച്ച പഴയ കസേരകളും മേശയും മാത്രം. ജനൽ അടഞ്ഞു കിടക്കുന്നു. തുറന്ന വാതിൽ പോലുമില്ല. ഞാൻ കണ്ടത് ആരെയായിരുന്നു എന്ന ചോദ്യവുമായി അവൻ അവിടെ നിന്നിറങ്ങി ഉറങ്ങാനാവാതെ പോയി. അടുത്ത ദിവസം ഗ്രാമത്തിലെ മുതിർന്നവരോട് സംഭവം പറഞ്ഞപ്പോൾ അവർ പഴയ കഥ തുറന്നു പറഞ്ഞു. വർഷം 1940. ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു മാനേജറുടെ ഭാര്യ ഭർത്താവിനെ കാത്തു നിൽക്കവേ ആ ജനൽക്കൽ നിന്നുകൊണ്ട് തന്നെ കഴുത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. അവളുടെ ആത്മാവ് ഇന്നും അതേ സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് വിശ്വാസം. ഇന്ന് വരെ രാത്രി 12-ന് ആ ബംഗ്ലാവിനടുത്തേക്ക് പോകാൻ നാട്ടുകാർ ഭയപ്പെടുന്നു. ചിലർ പറഞ്ഞു പോകുന്നത് വെളുത്ത സാരി അണിഞ്ഞ സ്ത്രീയുടെ പ്രതിബിംബം ജനലിൽ കണ്ടാൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഒരുവിധ അപകടം സംഭവിക്കുമെന്നാണ്. അതിനാൽ ബംഗ്ലാവെന്നും ശാന്തമായും ഭീതിജനകമായും നിലകൊള്ളുന്നു. ഒരിക്കലും മറഞ്ഞു പോകാത്ത ഒരു കഥയായി.